ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് മസായിലുൽ ഫിഖ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ മസായിലുൽ ഫിഖിലെ അദ്ദർസു സാദിസ് 6ാമത്തെ പാഠം ഷത്റുൽ ഈമാൻ, ഈമാനിൻ്റെ പാതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശുദ്ധി ഈമാനിൻ്റെ പാതിയാണ്. അപ്പം അതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പാഠത്ത് പഠിക്കാനുള്ളത്. മനസ്സിലാക്കാം. നമുക്ക് പാഠഭാഗത്തിൻ്റെ ആദ്യത്തെ വരുന്ന പാരഗ്രാഫ് അവസാനത്തിൽ നോക്കാം. ശുദ്ധീകരണത്തിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അത് മാലിന്യം ഇല്ലാതാക്കും, ദുർഗന്ധം ഒഴിവാക്കും, ഉന്മേഷമുണ്ടാക്കും, അലസതയകറ്റും. നാം എല്ലായ്പ്പോഴും ശുദ്ധിയുള്ളവരായിരിക്കണം. ശുദ്ധീകരണം 2 വിധമുണ്ട്, ഫർളും സുന്നത്തും. ഫർളായ ശുദ്ധീകരണത്തെക്കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്ന് സുന്നത്തായ ശുദ്ധീകരണത്തെക്കുറിച്ചാണ് നാം പഠിക്കുന്നത്. മനസ്സിലാക്കാം. ശുദ്ധികൾ 2 വിധമുണ്ട്, ഫർളും സുന്നത്തും. ഉസ്താദ് പറഞ്ഞു, സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധമാണ്? 4 വിധം. ചില കാര്യങ്ങൾക്ക് മുമ്പ് ഒളൂ സുന്നത്തുണ്ട്, ചില കാര്യങ്ങൾക്ക് ശേഷം ഒളൂ സുന്നത്തുണ്ട്. അതുപോലെ ചില കാര്യങ്ങൾക്ക് മുമ്പും ചില കാര്യങ്ങൾക്ക് ശേഷവും കുളി സുന്നത്തുണ്ട്. മനസ്സിലാക്കാം. സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം? 4 വിധം. ഏതൊക്കെ എന്താണ്? ചില കാര്യങ്ങൾക്ക് മുമ്പും ശേഷവും ഒളൂ സുന്നത്തുണ്ട്. അപ്പോൾ അവിടെ 2 എണ്ണമായി. അതുപോലെ ചില കാര്യങ്ങൾക്ക് മുമ്പും ശേഷവും കുളിക്കലും സുന്നത്തുണ്ട്. അങ്ങനെ 4 എണ്ണം, 4 വിധം ശുദ്ധീകരണം. മനസ്സിലാക്കാം. ബോർഡിൽ ഉസ്താദ് 4 കോളങ്ങൾ വരച്ചു. ബോർഡിൽ ഉസ്താദ് 4 കോളങ്ങൾ വരച്ചു. സുന്നത്തായ ഉളൂ, സുന്നത്തായ കുളി, അതിനെ 2ആയി തിരിച്ചു. ആ 4 കളങ്ങളിൽ മുകൾ ഭാഗത്ത് 2 കളം വരച്ചു. ഒന്നിൽ സുന്നത്തായ ഉളൂ, സുന്നത്തായ കുളി, അങ്ങനെ 2 എണ്ണം തിരിച്ചു. അപ്പൊ സുന്നത്തായ ഉളൂ എപ്പോഴൊക്കെയാണ്? മുമ്പും ശേഷവും ഉണ്ട്. ഏതൊക്കെ കാര്യങ്ങൾക്ക് മുമ്പാണ് സുന്നത്തായ ഒളു ഉള്ളത്, ഏതൊക്കെ കാര്യങ്ങൾക്ക് ശേഷമാണ് ഒളു എടുക്കൽ സുന്നത്തുള്ളത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാം. എന്തൊക്കെയാണ്? ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, ശർഈയായ അറിവ് പഠിക്കൽ, കുളിക്കുക, മസ്ജിദിൽ പ്രവേശിക്കുക, മയ്യിത്ത് ചുമക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, ഉറങ്ങുക, അദാൻ വിളിക്കുക. ഈ കാര്യങ്ങൾക്ക് മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. ഇത്രയും കാര്യങ്ങൾക്ക് മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. പിന്നെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ശേഷമാണ് ഉളൂ സുന്നത്തുള്ളത്? നഖം മുറിക്കുക, നഖം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. അതുപോലെ മീശ വെട്ടുക, തലമുടി വടിക്കുക, കോപമുണ്ടാവുക, അതായത് ഒരാൾക്ക് ദേഷ്യം പിടിച്ചാൽ അയാൾ അതിന് ശേഷം ഉളൂ എടുക്കൽ സുന്നത്താണ്. പിന്നെന്താ? ഛർദിച്ചതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. അതുപോലെ മയ്യിത്ത് തൊടലും ചുമക്കലും, അതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. ഉളൂ മുറിഞ്ഞോ എന്ന് സംശയിക്കുക, ഉളൂ മുറിഞ്ഞോ എന്ന് സംശയിച്ചാൽ അതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. കുറ്റകരമായ സംസാരം, എന്തെങ്കിലും കുറ്റകരമായ സംസാരം സംഭവിച്ചാൽ, നമ്മൾ സംസാരിച്ചു പോയാൽ അതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പം മയ്യിത്ത് ചുമക്കുക, അതിന് മുമ്പ് ഒളൂ ചെയ്യൽ സുന്നത്താണ്. മയ്യിത്ത് ചുമന്നതിന് ശേഷവും ഒളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പം അതൊക്കെ നന്നായി മനസ്സിലാക്കാം. അതുപോലെ ഇനി കുളിയാണ്. ഏതൊക്കെ കാര്യങ്ങൾക്ക് മുമ്പ് കുളിക്കലാണ് സുന്നത്തുള്ളത്? ജുമാ നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, എഴുത്തിക്കാഫ്, അതായത് പള്ളിയിൽ ഇരിക്കാൻ പോവുക, എഴുത്തിക്കാഫ് ഇരിക്കാൻ, അതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അദാനി ഇക്കാമത്ത് വിളിക്കുക, അതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. മസ്ജിദിൽ പ്രവേശിക്കുക, അതിന് മുന്നേ കുളിക്കൽ സുന്നത്താണ്. നല്ല സദസ്സിൽ പ്രവേശിക്കുക, അതായത് നല്ല സദസ്സുകളിൽ, അങ്ങനത്തെ സദസ്സുകൾ, ദിക്റിൻ്റെയും മൗലിദിൻ്റെയും ഒക്കെ സദസ്സുകളിലേക്കൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുക. പിന്നെ ഏതൊക്കെ കാര്യങ്ങൾക്ക് ശേഷമാണ് കുളിക്കൽ സുന്നത്തുള്ളത്? മയ്യിത്ത് കുളിപ്പിക്കുക, അതായത് നമ്മൾ മയ്യിത്തിനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം കുളിക്കൽ സുന്നത്താണ്. പിന്നെ മീശ വെട്ടുക, നമ്മൾ നേരത്തെ മീശ വെട്ടുന്നതിൻ്റെ ശേഷം ഉളൂ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മീശ വെട്ടിയതിന് ശേഷം കുളിക്കുക. ശരീരത്തിൽ ദുർഗന്ധമുണ്ടാവുക,
അപ്പോൾ നമ്മൾ കുളിക്കൽ സുന്നത്താണ്. പിന്നെ കാഫിർ മുസ്ലിം ആകുക, കാഫിറായ ഒരാൾ മുസ്ലിം ആയാൽ അയാൾ കുളിക്കൽ സുന്നത്താണ്. അതുപോലെ ബോധക്ഷയത്തിൽ നിന്ന് മുക്തരാവുക, ഒരാൾ ബോധം നഷ്ടപ്പെട്ട് അയാൾക്ക് ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം അയാൾ കുളിക്കൽ സുന്നത്താണ്. പിന്നെന്താണ്, ഭ്രാന്തിൽ നിന്ന് മോചിതനാവുക, ഭ്രാന്ത് വന്ന ഒരാൾ മാറിയതിന് ശേഷം കുളിക്കലൊക്കെ സുന്നത്താണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കുക. ഇതൊക്കെ മാച്ച് ചെയ്യാൻ വരാം, മനസ്സിലാക്കുക. എങ്ങനെ? ചില കാര്യങ്ങൾക്ക് മുമ്പ് കുളിക്കുക, അത് എന്തിലേക്കാണ് മാച്ച് ചെയ്യാൻ? നമുക്ക് മുമ്പ് കുളിക്കേണ്ട ഏതെങ്കിലും കാര്യം തരും. നല്ല സദസ്സിൽ പ്രവേശിക്കുക എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. പിന്നെ ചില കാര്യങ്ങൾക്ക് ശേഷം കുളിക്കുക, അപ്പോൾ ഇവിടെ മാച്ച് ചെയ്യാനുള്ളതിൽ ബോധക്ഷയത്തിൽ നിന്ന് മുക്തരാവുക, അതിലേക്ക് നമ്മൾ മാച്ച് ചെയ്ത് കൊടുക്കണം, മനസ്സിലാക്കുക. പിന്നെ ചില കാര്യങ്ങൾക്ക് മുമ്പ് ഉളൂ ചെയ്യുക, ഖബർ സിയാറത്ത് ചെയ്യാൻ മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. പിന്നെ ശേഷം ഉളൂ ചെയ്യൽ സുന്നത്താണ്. എന്തിന്? മയ്യിത്ത് തൊടലും ചുമക്കലും, അതിന് ശേഷം ഉളൂ ചെയ്യൽ സുന്നത്തുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. മാച്ച് ചെയ്യാൻ വന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അല്ലെങ്കിൽ ചോദ്യം എഴുതാൻ വരും, ക്വസ്റ്റ്യൻ്റെ ആൻസർ. ചില കാര്യങ്ങൾക്ക് മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്തുണ്ട്, 4 കാര്യങ്ങൾ എഴുതുക. അതുപോലെ ബാക്കി എല്ലാത്തൊന്നും അതുപോലെ വരാം, അപ്പം അത് മനസ്സിലാക്കുക. പിന്നെ ഓപ്ഷൻ ചോദ്യമായിട്ടും വരാം. എന്ത്? ഖബർ സിയാറത്ത് ചെയ്യുക, നല്ല സദസ്സുകളിൽ പ്രവേശിക്കുക, ഭ്രാന്തിൽ നിന്ന് മോചിതനാവുക. ഇതിൽ ഏത് കാര്യങ്ങൾക്കാണ് മുമ്പ് ഉളൂ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം ഖബർ സിയാറത്ത് ചെയ്യലാണ് എന്നുള്ളത്. അപ്പോൾ മനസ്സിലാക്കുക. കുട്ടികൾ ബോർഡിൽ നോക്കി എഴുതി. അൽ മുസ്ലിമു തവ്വാബുൻ മുതഹിറുൻ, മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും ശുദ്ധി വരുത്തുന്നവനുമാണ്. മുസ്ലിം കൂടുതൽ തൗബ ചെയ്യുന്നവനും ശുദ്ധി വരുത്തുന്നവനുമാണ്, മനസ്സിലാക്കുക. ഇനി നമുക്കിതിൻ്റെ തദ്രിബാത്ത് നോക്കാം. എന്താ നമുക്കിവിടെ വന്നത് വർക്ക്? നമുക്കിവിടെ കുറച്ച് ഉത്തരങ്ങളാണ് തന്നത്, ആൻസറുകളാണ് തന്നത്. അപ്പോൾ അതിന് നമ്മൾ ചോദ്യം ഉണ്ടാക്കണം. എന്താണ്? ജുമുഅ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇതിന് എന്താണ് നമ്മൾ ചോദ്യം ഉണ്ടാക്കേണ്ടത്? ചില കാര്യങ്ങൾക്ക് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്, മനസ്സിലാക്കുക. ചില കാര്യങ്ങൾക്ക് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ? അപ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, മുമ്പ് കുളിക്കൽ സുന്നത്തുള്ള 2 കാര്യം എഴുതുക. 2 എണ്ണം എഴുതിയതുകൊണ്ട് നമുക്ക് അങ്ങനെയും കൊടുക്കാം. മുമ്പ് കുളിക്കൽ സുന്നത്തായ 2 കാര്യങ്ങൾ എഴുതുക. അപ്പോൾ ജുമുഅ നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ്. പിന്നെ മയ്യിത്ത് കുളിപ്പിക്കുക. മയ്യിത്ത് കുളിപ്പിച്ചാൽ എന്താണ്? ശേഷം കുളിക്കൽ സുന്നത്തുള്ള കാര്യം, ശേഷം കുളിക്കൽ സുന്നത്തുള്ള ഒരു കാര്യം എഴുതാൻ. അപ്പോൾ ഇവിടെ മയ്യിത്ത് കുളിപ്പിക്കുക എന്ന് എഴുതി, മനസ്സിലാക്കുക. അടുത്തതാ ശർഇയായ അറിവ് പഠിക്കുക. അറിവ് പഠിക്കാൻ എന്താണ്? മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പോൾ മുമ്പ് ഉളൂ സുന്നത്തായ ഒരു കാര്യം എഴുതുക. മുമ്പ് ഉളൂ സുന്നത്തായ കാര്യത്തിൽ നിന്ന് ഒന്ന് എഴുതുക. അപ്പോൾ നമുക്കിവിടെ ശർഇയായ അറിവ് പഠിക്കുക എന്നത് എഴുതാം. അടുത്തതാ നഖം മുറിക്കുക. നഖം മുറിച്ച് കഴിഞ്ഞതിന് ശേഷം ഉളൂ ചെയ്യേണ്ടത്. അപ്പോൾ ശേഷം ഉളൂ സുന്നത്തായ കാര്യത്തിൽ നിന്ന് ഒന്ന് എഴുതുക. ശേഷം ഉളൂ സുന്നത്തായ കാര്യത്തിൽ നിന്ന് ഒന്ന് എഴുതുക. അപ്പോൾ നഖം മുറിക്കുക. അടുത്ത എന്താണ്? സുന്നത്തായ ശുദ്ധീകരണം 4 വിധമുണ്ട്. അപ്പം അതിൻ്റെ ചോദ്യം എന്താണ്? സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം? സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം? 4 വിധം, മനസ്സിലാക്കുക. അടുത്തതാ ശുദ്ധീകരണം 2 വിധമുണ്ട്. അപ്പം എന്തേതാ? ശുദ്ധീകരണം എത്ര വിധമുണ്ട്? ശുദ്ധീകരണം എത്ര വിധമുണ്ട്? അപ്പോൾ മനസ്സിലാക്കുക, ചോദ്യം നന്നായി മനസ്സിലാക്കണം. ശുദ്ധീകരണം എത്ര വിധമുണ്ട് എന്ന് വെച്ചാൽ 2 വിധമാണ്. അതായത് ഫർളും സുന്നത്തും. ഫർളും സുന്നത്തും, മനസ്സിലാക്കുക. സുന്നത്തായ ശുദ്ധീകരണം എത്ര വിധം എന്ന് വെച്ചാൽ 4 വിധം. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അടുത്തത് നെക്തുബ്, ഇതൊക്കെ വായിച്ചിട്ട് ഇവിടെയൊക്കെ പകർത്തി എഴുതാനാണ്. അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി വായിച്ച് പകർത്തി എഴുതാം. പിന്നെ ഇവിടെ നമുക്ക് നെസ്സിൽ യോജിച്ചത് ചേർക്കാനാണ്. അപ്പോൾ ഞാനത് പാഠം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഞാനിതൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് പാഠം എടുത്തതിന് ശേഷമാണ് വർക്ക് നോക്കുന്നത്.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മുമ്പ് ഉളൂ സുന്നത്തുള്ള കാര്യം ഇതിൽ ഏതാണ് എന്നാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്തുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്താണ്? ഖുർആൻ ഓതുക. ഖുർആൻ ഓതാൻ മുമ്പ് ഉളൂ ചെയ്യൽ സുന്നത്താണ്. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ, മുമ്പ് കുളിക്കൽ സുന്നത്തായ കാര്യം. മുമ്പ് കുളിക്കൽ സുന്നത്തായ കാര്യം മസ്ജിദിൽ പ്രവേശിക്കാനും മുമ്പ് കുളിക്കൽ സുന്നത്താണ്. അപ്പം അതിൻ്റെ നേരെ തന്നെയാണ് അത് വരുന്നത്. മുമ്പ് കുളിക്കൽ സുന്നത്തായ കാര്യം മസ്ജിദിൽ പ്രവേശിക്കുക ബി. ഇതാ അടുത്ത ശേഷം ഉളൂ സുന്നത്തുള്ള കാര്യം. ശേഷം ഉളൂ സുന്നത്തുള്ള കാര്യം എന്താണ്? നഖം മുറിക്കുക. നഖം മുറിച്ചതിന് ശേഷം ഉളൂ സുന്നത്താണ്, മനസ്സിലാക്കുക. ഇനിയാ ശേഷം കുളി സുന്നത്തായ കാര്യം. ശേഷം കുളി സുന്നത്തായ മയ്യിത്ത് കുളിപ്പിക്കുക. മയ്യിത്ത് കുളിപ്പിച്ചതിന് ശേഷം കുളിക്കൽ സുന്നത്താണ്. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം, മനസ്സിലാക്കുക. അപ്പം ഇതുപോലെ മറ്റ് ഓപ്ഷനുകൾ നമുക്ക് തരാം. പാഠത്തിൽ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട്, അത് വരാം. അപ്പം നമുക്ക് മനസ്സിലാക്കി എഴുതാൻ കഴിയണം. മയ്യിത്ത് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുളിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം കുളിക്കൽ സുന്നത്തായ കാര്യമാണ്. അപ്പം അത് മനസ്സിലാക്കുക. അടുത്ത് മസ്ജിദിൽ പ്രവേശിക്കുക. മസ്ജിദിൽ പ്രവേശിക്കണമെങ്കിൽ മുമ്പ് കുളിക്കണം. മസ്ജിദ് പ്രവേശിക്കുന്നതിന് മുമ്പ് കുളിക്കാം, മനസ്സിലാക്കുക. അതുപോലെ മസ്ജിദ് പ്രവേശിക്കുന്നതിന് മുമ്പ് ഉളൂ ചെയ്യാം. എന്താണ്? തഹസീസാണ്. എന്താ ഇവിടെ പ്രവർത്തനം വരുന്നത്? സുന്നത്തായ ഉളൂ, സുന്നത്തായ കുളി, ഇവയുടെ ഓരോ ചാർട്ടുകളും എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. അതായത് പാഠത്തിൽ വന്ന ആ ചാർട്ട്, ഉസ്താദ് ബോർഡിൽ എഴുതിയ ആ ചാർട്ട് എല്ലാവരും തയ്യാറാക്കിയിട്ട് ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാനാണ്. അപ്പോൾ എത്രയാണ് ഷത്റുൽ ഈമാൻ എന്ന ഈ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.